അസ്സലാമലൈക്കും, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനുണ്ടല്ലോ ഈ ഹോസ്പിറ്റലിൽ വന്ന് നോക്കുമ്പോണ്ടല്ലോ പനിയായിട്ട് വന്നതാണ്, നല്ല പനി. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു ആറ് പട്ടിക്കുട്ടികളുണ്ടാവും. എന്ത് ഭംഗിയാണ് കാണാനേ. ഇവിടെ പ്രസവിച്ചിട്ട് ഇവിടെ കിടക്കണം, നല്ല രസമുണ്ട് കാണാൻ. ചെറിയ വീഡിയോ എല്ലാവരും പോയി കണ്ടിട്ട് പോയി. നല്ല സ്മാർട്ടായിട്ടുള്ള നല്ല പട്ടിക്കുട്ടി. ആരെങ്കിലും വേണമെങ്കിൽ വന്ന് കൊണ്ടുപോയിക്കോളൂ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഹായ്, എന്തുണ്ട് വിശേഷം? സുഖമല്ല. ഇതിന് മുന്നേ ഒരു ചെറിയ വീഡിയോ ഉണ്ട്, അത് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എടുത്ത് വെച്ചതാണ്. അതിൻ്റെ ശേഷം ഞാൻ അപ്പം അത് കുറച്ചായതുകൊണ്ട് അതിൽ കൂടെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 2 മാസത്തെ ഒരു ചെറുതാക്കി പറയാമെന്ന് വിചാരിച്ചു. ജോലിയും കൂലിയും ഇല്ല, കാലൊടിഞ്ഞതും ഒക്കെ കൂടിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് ലൈവ് ചെയ്യാത്തത് എന്ന് ചോദിക്കണം. ഒന്നുമില്ല, ലൈവ് ചെയ്യാനിപ്പോൾ എനിക്ക് അധികം സംസാരിക്കാനിപ്പോൾ പറ്റണില്ല. അപ്പോൾ കാലെല്ലാം ഒടിഞ്ഞേ സംസാരിക്കണോണ്ട് എന്താണെന്ന് ചോദിക്കാം. സംസാരിക്കാൻ പറ്റുന്നില്ല. പിന്നെ വേണം നല്ല വണ്ണം വെച്ച് ഇപ്പോൾ കുറ്റി മാതിരിയായി. 2 മാസം ഇരുന്നതൊക്കെ കാരണമായിരിക്കും തോന്നുന്നുണ്ട്. പിന്നെ ലൈവിനോട് അങ്ങനെ ഇപ്പം എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ ആരും ലൈവിൽ ഇപ്പോൾ കയറാറുമില്ല. എനിക്ക് സമയം എന്ന് വെച്ചാൽ സമയമൊക്കെ ഉണ്ട്, ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ. ആരും ലൈവിലും കയറാറില്ല, ഒന്നിലും. ഞാൻ മുന്നേ എടുത്തുവെച്ച വീഡിയോസാണ് ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷോർട്സ് ആണെങ്കിലും വീഡിയോസ് ഇല്ല, ഷോർട്സ് ആണെങ്കിലും മുന്നേ എടുത്തുവെച്ചതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ 2 മാസം ഇങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ നമുക്ക് ജോലിയില്ല. പക്ഷേ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടാണ്. ഞാൻ ഭയങ്കര വാശിയുള്ളൊരു വ്യക്തിയാണ്. വാശി കുറച്ച് കുറഞ്ഞു. ഭയങ്കര അഹങ്കാരം കുറച്ച് കുറഞ്ഞു. പിന്നെ കുറേ ആൾക്കാരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. നമ്മൾക്കൊരവസ്ഥ വരുമ്പോഴാണ് നമ്മൾ പറയില്ല ആരെന്താണ്, ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്കൊരവസ്ഥ വരുമ്പോഴാണ് നമുക്ക് ആരായാലും തിരിച്ചറിയാൻ പറ്റുന്നത്. അത് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ എന്താ പറയുക, ഓരോ കാര്യത്തിനായാലും നമ്മൾ അയ്യോ അവരങ്ങനെ പറയുമോ, ഇവരിങ്ങനെ പറയുമോ എന്ന് വിചാരിക്കാത്ത ഒറ്റ ആൾക്കാരുണ്ടാവില്ലല്ലോ. ഞാൻ ഇതിന് കൂടുതൽ വിശ്വസിച്ച ആൾക്കാരൊക്കെ നമ്മളെ ചതിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ 2 മാസത്തിൻ്റെ ഉള്ളിൽ. പക്ഷേ എന്ത് ചതിച്ചതായാലും കൂടെ ഒരു സപ്പോർട്ടിന് ഒരാളുണ്ടാകുമ്പോൾ അത് പോട്ടേടി, അത് കുഴപ്പമില്ല, അത് കഴിഞ്ഞാൽ പോവും എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, അത് വേറെ. പിന്നെ കുറേ എന്താ പറയുക, കുറേ കുട്ടികളെ പിരിഞ്ഞ് നിൽക്കുന്നതും അങ്ങനെ. അതിൻ്റെ ഇടയിൽ 2-3 വട്ടം അവരൊക്കെ വന്നിട്ട് പോയിട്ടാണ് എൻ്റെ അടുത്ത് വന്ന് പോയി. പിന്നെ അതേമാതിരി തന്നെ ഇനിയിപ്പോൾ എന്തായാലും ഈ ആഴ്ച അല്ലെങ്കിൽ ഇന്ന് ഡോക്ടറെ അടുത്തേക്ക് പോയിരുന്നു. അപ്പം ബസ് യാത്ര, സ്റ്റെപ്പ് കയറൽ അതൊന്നും തീരെ പാടില്ല എന്ന് പറഞ്ഞിട്ട് 1 മാസത്തോളം നടക്കാൻ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ എനിക്കിങ്ങനെ നടക്കുമ്പോൾ ഉണ്ടല്ലോ കാലിങ്ങനെ കുഴയണ മാതിരി. ഒരു 2-3 സ്റ്റെപ്പ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാണ്ട് ഇങ്ങനെ നമ്മൾ ഇരുന്നിട്ടേ 2-3 സ്റ്റെപ്പ് അങ്ങനെ നടക്കുമ്പോൾ കാലിങ്ങനെ കുഴഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാല് കുഴഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഉളുക്ക് വരണ മാതിരി എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. താത്താൻ്റെ കുട്ടിയോടെ കാര്യമുണ്ട്. പിന്നെ അതേമാതിരി തന്നെ കുറേ ആ വേദന ഉള്ള കാലുണ്ടായിരുന്നല്ലോ, എല്ല് പൊട്ടിയ കാലുണ്ടായിരുന്നു, അത് നന്നായി ചൊറിയല്ലേ. അപ്പോൾ അത് ഉണ്ട്. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൊറിയും, നല്ല ചൊറിച്ചിലുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കുഴപ്പമില്ല. പക്ഷേ ചില സമയം ഇപ്പം എനിക്ക് തോന്നുന്നത് തല ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിറ്റണ പോലെ. പനി ഉണ്ടായിരുന്നു എനിക്ക്, പനി ഡോക്ടറെ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ ചില സമയത്തുണ്ടല്ലോ ഭയങ്കരമായിട്ട് തല ഇങ്ങനെ വേദന. ഈ സൈഡ് ഉണ്ടല്ലോ എനിക്ക് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിരുന്നു, അതെന്നാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മൊബൈലിൽ നോക്കും. മൊബൈലിൽ ഇപ്പോൾ അങ്ങനെ നോക്കാറില്ല. ഞാൻ മുന്നേ എടുത്ത് വെച്ച് വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് പോകും. എൻ്റെ താത്താൻ്റെ കുട്ടികളുടെ കയ്യിലാണ്. എൻ്റെ 2 ഫോണുണ്ട്, 2 ചാനലുകൾ. ആ 2 ഫോണും എൻ്റെ താത്താൻ്റെ കുട്ടികളുടെ കയ്യിലാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് തലവേദന, എന്താണെന്ന് അറിയില്ല, തലവേദന മൈഗ്രെയിൻ്റെ ആണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ. പിന്നെ നല്ല ഫുഡ് അടിയായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. എനിക്ക് ആ ഗുളിക കഴിക്കണോണ്ടാണെന്ന് തോന്നുന്നു. ഇനി ഗുളിക ഇപ്രാവശ്യം പോയപ്പോഴും കുറേ വിറ്റാമിൻ്റെ അതിൻ്റെ കുറേ ഗുളികകൾ തന്നിട്ടുണ്ട്. ഗുളികകൾ ഇനിയും ഉണ്ട്.
അപ്പോൾ ഞാൻ ഡോക്ടറോട് പറയുകയും ചെയ്ത് ഇനി ഞാൻ വരില്ല, ഞാൻ പോവാണ്. കാരണം ആ ഡോക്ടർ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഫോറസ്റ്റിൻ്റെ ഇതിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒപ്പിടാനും ഇതിനും വേണ്ടിയിട്ടൊക്കെ 2-3 വട്ടം ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ സൈനും അതുപോലെ കുറേ കാര്യങ്ങൾക്കാണെങ്കിൽ 2-3 വട്ടം ഇതായി പോവുകയാണെങ്കിൽ നല്ലൊരു ഡോക്ടറായിരുന്നു കേട്ടോ. നന്നായി കെയർ ചെയ്തും കാര്യങ്ങളൊക്കെ നന്നായി ഇന്നാണെങ്കിൽ പോയപ്പോൾ കാര്യങ്ങളൊക്കെ നന്നായി പറഞ്ഞു തന്നു. ബക്കറ്റ് തൂക്കാൻ പാടില്ല, അതേമാതിരി നിന്നിട്ട് ഞാൻ അലക്കൂല, അലക്കാൻ പാടില്ല, കാലിനധികം ഭാരം കൊടുക്കണം, ഒരു സാധനങ്ങൾ കൊടുക്കരുത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഭാരം കൊടുക്കണമെന്നില്ല. പ്രത്യേകിച്ച് നിൽക്കുന്ന ബക്കറ്റ് ഇപ്പം നമ്മൾ തിരുമ്പിയത് ആ വാഷിംഗ് മെഷീനൊന്നും ഇല്ലാത്ത കാരണം പുറത്താണ് തിരുമ്പണം. അതിൻ്റെ പിന്നെ ഒക്കെ ഗ്യാസ് മൂലം അടപ്പത്ത് ചോറ് വെക്കും, ഗ്യാസ് മൂലമാണ് ഉള്ള പരിപാടികളൊക്കെ. പിന്നെ നമ്മളെ ഇവിടെ നിന്ന് വെച്ചാൽ ഇങ്ങനെ നിരപ്പുള്ള സ്ഥലമല്ല, അവിടെ അങ്ങനെയല്ല, കുണ്ടും കുയ്യും അങ്ങനെയുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാനാണെങ്കിൽ പൊതുവേ എൻ്റെ കടയിലത്തെ ചേച്ചി എപ്പോഴും പറയും, ഞാൻ മെല്ലെ നല്ല അടിപൊളി സ്ഥലമാണെങ്കിലും മെല്ലെ നടക്കുമ്പോൾ വീഴും. സത്യം, എനിക്ക് എപ്പോൾ നോക്കിയാലും ഞാൻ വീഴും. ചേച്ചി പറയും, നിൻ്റെ റംലിയോ നീ ഒന്ന് നോക്കി നടക്കും, നീ എവിടെ വെറുതെ നടന്നാൽ മതി, ഞാൻ അപ്പോൾ എന്താണെന്നറിയില്ല, ഞാൻ എപ്പോഴും വീണുകൊണ്ടിരിക്കും. ചേച്ചി പറയും, ഇവള് വെറുതെ പോയാലും അവിടെ വീണുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല, വെറുതെ ഞാൻ നടക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല, പെട്ടെന്ന് കാണാൻ മടഞ്ഞെത്തിയിട്ട് ഞാൻ വീണത്. അങ്ങനെ ഉണ്ട്. ഇപ്പം ഇനി വീണതൊക്കെ ആദ്യം ശ്രദ്ധിക്കാറുണ്ട്, അതിലും കുറച്ചും കൂടി ഡോക്ടറാണ് കുറച്ചും കൂടി ശ്രദ്ധിച്ച് നോക്കണം. ബസ് ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഷോപ്പിലേക്ക് ഇപ്പോൾ പോകാനാണെങ്കിലും ബസ് കയറുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് കയറിയല്ലേ, അത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നു. പിന്നെ ഷോപ്പിൽ അങ്ങനെ നിന്നിട്ടുള്ള പണികളൊന്നും കുറവാണ്, ഇപ്പോൾ സീസണൊന്നും അല്ലല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും പോയി ഈ ആഴ്ച എന്തായാലും ലാസ്റ്റ് പോകണമെന്നാണ് ഞാൻ വെക്കണത്. അപ്പം അങ്ങനെയാണ്. ഇത്രയൊക്കെയുള്ള കുഞ്ഞു വീഡിയോയാണ്. ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.